ഹലോ. അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാളാണ്. രണ്ടാം പെരുന്നാൾ നമ്മളങ്ങനെ വലിയ രീതിയിലൊന്നും ആഘോഷിക്കാറില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാദിക്കുട്ടിക്ക് തീരെ പനിയും പിന്നെ വയറിളക്കവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഇന്നലെ തൈര് വാങ്ങിച്ചപ്പോൾ അത് ഇങ്ങനെ പുളിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പഴയ കുറച്ച് നല്ല തൈര് ഉണ്ടായിരുന്നു. അപ്പോൾ ആ തൈരിൽ കൂടെ ഞാനത് മിക്സ് ചെയ്ത് വെച്ചു. നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മോരുകറി വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഫ്രീസറിൽ നിന്ന് ഞാൻ ബീഫ് ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2-3 പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഒരു പാത്രം ഇങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കട്ട് ചെയ്യാതെ കുക്ക് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇനി ഉടഞ്ഞു പോയാലോ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കല്ലുപ്പ് മാത്രം ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ബീഫിന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 4 വിസിൽ 5 വിസിലൊക്കെ വേണ്ടി വരും കേട്ടോ. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് വേണ്ട, ഒരു 80% ഒക്കെ വെന്താൽ മതി. ബാക്കി നമ്മുടെ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ബീഫ് വെന്ത് കിട്ടിക്കോളും. പിന്നെ അതായത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, വറ്റൽമുളക് ഇതൊക്കെ പാടെ ചതച്ചിട്ട് അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മുടെ ബീഫ് മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ കൂടി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റ് റെഡി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ മോരുകറി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേഗം പോയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ മതി. ബാക്കി നമ്മളെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.